എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 കാറ്റഗറി റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കീം 2025 എഞ്ചിനീയറിംഗ് ഫാർമസി പ്രൊഫഷണൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഇന്നലെ എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കീം എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങളുടെ റിസർവേഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവരാണ് ഇപ്പോൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി എൻട്രൻസ് കമ്മീഷന് മെയിൽ ചെയ്യുക. കാറ്റഗറി റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് അടുത്ത സംശയങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കോളേജ് പ്രെഡിക്റ്റർ ആണ് പറയാൻ പോകുന്നത്. കോളേജ് ദോസിന്റെ ഒഫീഷ്യൽ കോളേജ് പ്രെഡിക്റ്റർ ആണ്. ഇതിൽ നിങ്ങളുടെ കീം റാങ്കും കാറ്റഗറിയും കൊടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റാങ്ക് വച്ച് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാൻ സാധിക്കും. ആവശ്യമുള്ളവർ പരിശോധിക്കാൻ ശ്രമിക്കുക. കോളേജ് പ്രെഡിക്റ്ററിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ആദ്യ കമന്റായി പിൻ ചെയ്തു വച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. കാറ്റഗറി റാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ കുട്ടികൾക്കിടയിൽ ഉണ്ട്. അതിലൊന്നാണ് കാറ്റഗറി റാങ്ക് ആണോ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ഇതിൽ കുട്ടികൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷം ഓരോ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ കയറിയ ലാസ്റ്റ് റാങ്ക് എന്തെന്നാൽ നിങ്ങൾക്ക് ഈ വർഷം കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ കിട്ടിയ റാങ്കാണ്, ഈ കാറ്റഗറി റാങ്ക് അല്ല. അടുത്ത സംശയം എന്തെന്നാൽ കാറ്റഗറി റാങ്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ കീം റാങ്ക് തന്നെ ഇതിലും വന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ സീരിയൽ നമ്പർ ആണ് നിങ്ങളുടെ കാറ്റഗറി റാങ്ക്. ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിക്കുവാൻ ശ്രമിക്കുക. കോളേജ് പ്രെഡിക്റ്ററിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. എല്ലാവരും കയറി പരിശോധിക്കാൻ ശ്രമിക്കുക.